ചിക്കൻ ചില്ലി ബ്രോസ്റ്റ്, ക്രാബ് പില്ലറ്റ് ബ്രോസ്റ്റ്, ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടെ നമ്മുടെ മൂസാക്കുണ്ട്. ഇത് നമ്മളതായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഒരു വയറിന് ഗുണമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരു ജാതിക മതി. അപ്പൊ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ജാതിക്കാന്റെ കുരു 50 ഗ്രാമോളം മൈദ, പിന്നെ നമ്മൾ ഇടേണ്ടത് കൂവപ്പൊടിയാണ്, നാടൻ കൂവപ്പൊടിയാണ്. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ജാതിക്കാന്റെ സ്മെല്ല് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 250 ഗ്രാം കോൺഫ്ലവറിന്റെ പൊടി ഉണ്ട്. നന്നാക്കി കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇത് ഫ്രോസൺ ചെയ്ത് വാക്യൂം പാക്കറ്റിൽ വരുന്ന സാധനമാണ്. വാക്യൂം പാക്കറ്റിൽ മൊത്തം മസാല അടക്കം മിക്സ് ആക്കില്ല. മിക്സിംഗ് അല്ല. വയനാട്ടിലായതുകൊണ്ട് കുറെ മുന്നത് എന്നിട്ട് ഐസ് കൊണ്ട് പോണില്ല. ചിക്കൻ ഇങ്ങനെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ 2 പീസ് ഇങ്ങനെ കൂട്ടി അടിക്കുക. അപ്പൊ ഓവർ പൗഡർ ചെയ്യുമ്പോ കയറിക്കൂലേ? പൗഡർ ഉണ്ടാവില്ല, എണ്ണ കംപ്ലൈന്റ് വരില്ല. ക്രാബിന്റെ പില്ലറ്റ് വരുന്നത് ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കവറിങ് ഉണ്ട്. അപ്പൊ ആ കവറിങ് ഒഴിവാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ്. ക്രാബില് കുറച്ച് സാൾട്ട് എടുക്കും. ക്രാബില് ചില്ലി ബ്രോസ്റ്റിനുള്ള ചിക്കനും മസാല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ക്രാബില് മസാല ഇല്ലല്ലേ? ക്രാബില് മസാല ഒന്നും ഇല്ല. അപ്പൊ കുറച്ച് ഉപ്പിട്ടിട്ട് പൊടിയിൽ മിക്സ് ചെയ്യാം. വീണ്ടും ആ പൊടിയിൽ മിക്സ് ചെയ്യാം. നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റിങ്ങിന് വെച്ചിട്ടാ ഇത് നമ്മൾ പൊരിക്കാൻ പോണില്ല. അടുത്തത് ക്രാബ് പില്ലറ്റ് ആണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണ്. ആയിട്ടുണ്ടാവില്ലല്ലേ? ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അടിപൊളി ടേസ്റ്റ് അല്ലേ? നമ്മള് ക്രാബ് തിന്നണ അതേ ടേസ്റ്റ് ആണ്. നമ്മൾ കടിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ആ ഇറച്ചി മാത്രം തിന്നണ ഒരു ഫീല്. നമുക്ക് എന്താ പറയാ, വീട്ടിൽ കൊണ്ടുപോയിട്ട് വലിയൊരു പണിയില്ല. നേരെ ആ മസാല കൂട്ട പൊരിച്ചെടുക്കുന്ന ഒരു പണിയോളം മാത്രമേ ഉള്ളൂ അല്ലേ? ചിക്കൻ തോടെ രസിക്കണല്ലേ? ഫിഷ് കഴിച്ചാ? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആയിട്ടാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വെറൈറ്റി ആയിട്ടുള്ള 2 ഐറ്റം. ജസ്റ്റ് ഇത് നോക്കിയാൽ ശരിക്കും നമ്മൾ അതിന്റെ കാലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണ ഒരു ക്രാബിന്റെ അകത്തുനിന്ന് വലിച്ചെടുക്കുന്ന ആ സംഭവം തന്നെ അല്ലേ? ഇതിപ്പോ ആവശ്യക്കാർക്ക് പറഞ്ഞാല് ആദ്യം ഞാൻ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ പറയാം. ഇതിൽ ഇങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാം, ഫ്രൈഡ് ചിക്കൻ്റെ ഉണ്ടാക്കാം, ഒന്നുകൂടി നല്ല കോട്ടിങ് കൂട്ടിയിട്ട്. പിന്നെ സാധാരണ നമ്മൾ കോട്ട് ചെയ്ത് കണ്ട് നമ്മൾ കട്ടായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ട് ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇനി മൂസ സമൂസൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിലൊക്കെ അവൈലബിൾ ആക്കാൻ പോകണം. റിസോർട്ടുകൾക്കും കഫേകൾക്കും ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെടുക. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിൽ ബന്ധപ്പെടുക.